നമസ്കാരം. എൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാണാം. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിഞ്ഞാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. തൃശൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. വാർത്തകൾ വിശദമായി അറിയാം. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിഞ്ഞാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണായിരുന്നു മരണം. ഇരിഞ്ഞാലക്കുട കൊട്ടിലങ്ങാപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ ആഫിദയാണ് മരിച്ചത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ആഫിദയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും ഉണ്ടായിരുന്നു. 10 കുളങ്ങരയിലുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ. നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കവേ എതിരെ നിന്നും വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി. ഈ സമയം പിറകിൽ നിന്നും വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടി. മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറിയിറങ്ങി. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു 2 പേരും മറുവശത്തേക്ക് വീണതിനാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. ഇന്ന് രാവിലെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചത്. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയും തുടർന്നാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാൻ തയ്യാറായത്. തൃശൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:45ഓടെയായിരുന്നു അപകടം. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ഹൈദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ലോറി ഡ്രൈവർ പാലക്കാട് മുതുതല വീട്ടിൽ ഷാക്കിർ മുതുമറ്റൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റു പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അശ്രദ്ധയോടെ ഓടിച്ചതാണ് അപകടത്തിന്റെ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഗുരുവായൂർ ഫയർഫോഴ്സ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, ഗുരുവായൂർ പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 7 ആനകളാണ് ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം നിരവധി എണ്ണപ്പനകൾ ഒടിച്ചിട്ടു. പ്രദേശത്തെ ശിവക്ഷേത്രം ആക്രമിച്ച ആനകൾ തൊഴിലാളികൾ ഉപേക്ഷിച്ച ലയങ്ങൾ ആക്രമിക്കുകയായിരുന്നു. നിരന്തരം ആനശല്യം മൂലമാണ് തൊഴിലാളികൾ പ്ലാന്റേഷന്റെ താമസ സ്ഥലം ഉപേക്ഷിച്ചു പോയത്. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറേ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി ഡയറി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ദേവസ്വം പാഞ്ചാനം ഗസ്റ്റ് ഹൌസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്നും നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. വൻ തുക വാങ്ങുന്ന കരാറുകാർ മോശം പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കുന്നതെന്നാണ് പരാതി.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തീപിടുത്തവുമുണ്ടായി. 300ഓളം ബൈക്കുകൾ കത്തി നശിപ്പിച്ചതിനു പിന്നാലെ പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തിപ്പുകാർക്കെതിരെ വ്യാപക പരാതി ഉയരുകയാണ്. ഇടുങ്ങിയ സ്ഥലങ്ങളിലാണ് പലയിടത്തും പാർക്കിംഗ് ഷെഡുകൾ. തീ പടരുന്ന സാഹചര്യമുണ്ടായാൽ കെടുത്താനുള്ള സംവിധാനമില്ല. വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പോലും പാലിക്കാറില്ല. വാഹനം നഷ്ടപ്പെടുകയോ മറ്റ് അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് നടത്തിപ്പുകാരുടെ നിലപാട്. റെയിൽവേ നിർദ്ദേശിക്കുന്ന യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഇല്ലെന്ന് ഇവിടെ വാഹനങ്ങൾ സൂക്ഷിക്കുന്നവർ പറയുന്നു. അപകടമുണ്ടായാൽ പെട്ടെന്ന് വാഹനങ്ങൾ എടുത്തു നീക്കാനാവാത്ത വിധം തിങ്ങി ഞെരുങ്ങിയാണ് പാർക്കിംഗ്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റാത്തതിലും അലംഭാവം പുലർത്തുന്നതായി പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നവർ പറയുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 55 രൂപ കൂടി. ഗ്രാമിന് 12,725 രൂപ, പവന് 1,01,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിഞ്ഞാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. തൃശൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം, 15ഓളം പേർക്ക് പരിക്കേറ്റു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം, ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 9:30, 10:30, 11:30, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.